Hello friends, welcome to Counting Cars. Counting Cars like എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും ഒരു ഹ്യുണ്ടായുടെ വാഹനമായിട്ടാണ് ഞാൻ എത്തിയേക്കുന്നത്. ഇത് i20 ആണ്. i20 എന്ന് പറയുമ്പോൾ ഒരു മാസിന് ഇഷ്ടപ്പെട്ട വാഹനമാണ് i20. i20യുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ അത് കലക്കം വണ്ടിയാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സ്വിഫ്റ്റും i20 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളത് i20 എപ്പോഴും ഒരു പടി മുമ്പിൽ തന്നെയാണ്. നിങ്ങൾ ഏത് ഭാഗം നോക്കിയാലും i20 ഒരു പടി മുമ്പിൽ തന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ പറയും മാർക്കറ്റ് റേറ്റ് ചിലപ്പോൾ കൂടുതൽ കിട്ടുന്നത് സ്വിഫ്റ്റിനാണെന്ന് പറയും, i20 ചിലപ്പോൾ കുറവാണെന്ന് പറയും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, മാർക്കറ്റ് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വാഹനം ഇപ്പോൾ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ വാഹനത്തിന് കിട്ടുന്ന മാർക്കറ്റ് പ്രൈസിനേക്കാളും നിങ്ങൾക്കൊരു 20,000-30,000 രൂപ കുറച്ച് i20ക്കാണ് നിങ്ങൾ കണക്കാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മികവ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ i20 ആയിരിക്കും മുമ്പിലേക്കണം. നിങ്ങൾ സേഫ്റ്റി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ i20 ആയിരിക്കും മുമ്പിലേക്കണം. നിങ്ങൾ മൈലേജ് നോക്കുകയാണെങ്കിൽ i20 ആയിരിക്കും മുമ്പിലേക്കണം. പവർ നോക്കുകയാണെങ്കിൽ i20 ആയിരിക്കും മുമ്പിലേക്കണം. BHP അല്ലെങ്കിൽ CC എന്ത് കണക്ക്, ടോർക്ക് എന്ത് കണക്ക് നോക്കിയാലും i20 തന്നെയാണ് ഒരു പടി മുമ്പിലേക്കണം. ഓക്കെ, അപ്പോൾ സ്വിഫ്റ്റും i20 ആയിട്ട് കമ്പയർ ചെയ്യുന്നവർ i20 പ്രിഫർ ചെയ്യാനേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് കലക്കൻ i20 ആണ്. ഒരു ബ്ലൂ കളർ വണ്ടിയാണ്. ഇത് എലൈറ്റ് മോഡലാണ്. i20യുടെ എലൈറ്റ് i20 എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. i20 2, 3, 4 ജനറേഷൻ വന്നിട്ടുണ്ട്. അതിനകത്ത് എലൈറ്റ് i20 ആണിത്. ഇത് പെട്രോൾ വേരിയൻ്റ് ആണ്. പെട്രോളിലെ മാഗ്ന വേരിയൻ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ i20യുടെ ഒക്കെ ഹ്യുണ്ടായുടെ വണ്ടികളുടെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റ് ആയാലും ഇതിപ്പോൾ മാഗ്ന എന്ന് പറയുമ്പോൾ എൻ്റെ ഇതിൽ സെക്കൻഡ് ഓപ്ഷനാണ് വരുന്നത്. സെക്കൻഡ് മാഗ്ന ഓപ്ഷനിലാണ് വന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ഇത് കഴിഞ്ഞിട്ട് സ്പോർട്സ് ഉണ്ട്, ആസ്റ്റ ഉണ്ട്. അപ്പോൾ മാഗ്നയിൽ തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് അതിനകത്ത് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കൂടി തന്നെ ഫുള്ള് കാണിച്ചിരുന്നുണ്ട്. ഇത് 2014 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. വെറും 41,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൂടി തന്നെ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ള് കണ്ടേക്കാം, കാരണം ഈ ഒരു വണ്ടി കണ്ടിരിക്കാനുണ്ട്. അത്രയ്ക്ക് നല്ലൊരു സൂപ്പർ വണ്ടിയാണ്. വീഡിയോ കണ്ടു വരാം, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് എലൈറ്റ് i20. അപ്പോൾ ഹ്യുണ്ടായുടെ i20 എന്ന് പറയുമ്പോൾ പ്രൂവൺ വെഹിക്കിളാണ്. മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ i20. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 2014 മോഡലാണ്. സിംഗിൾ ഓണർ വാഹനമാണ്. മാഗ്ന വേരിയൻ്റ് ആണ്. പിന്നെ അതിൻ്റെ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേക്കാം. വെറും 40,000 കിലോമീറ്റേഴ്സ് മാത്രമേ വാഹനം കവർ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ഇത് VT സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിനാണ്. നമുക്ക് എല്ലാവർക്കും ഒരേ i20യുടെ ഒരു പെട്രോൾ എഞ്ചിൻ വരുന്നത് അതാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഇതൊരു പെട്രോൾ വേരിയൻ്റ് ആണ്. ഇനി കൂടാതെ തന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ 1200 cc ആണ് വരുന്നത്. മാക്സിമം പവർ നോക്കുകയാണെങ്കിൽ 82 bhp 6000 rpm ജനറേറ്റ് ചെയ്യും. ടോർക്ക് നോക്കുകയാണെങ്കിൽ 115 Nm 4000 rpm ജനറേറ്റ് ചെയ്യും. കൂടാതെ ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 5 gears ആണ്. അതുകൂടാതെ തന്നെ 4 ഇൻലൈൻ സിലിണ്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാപ്പ VT പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ടയർ ഭാഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു 60% ടയർ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫ്രണ്ട് ഭാഗം വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയാനുള്ളത്. കാരണം എലൈറ്റ് i20യുടെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം അതിന് ഫ്രണ്ട് തന്നെയാണ്. ആ ഗ്രിൽസും അതേപോലെ തന്നെ ഹണി കോം ആ ഒരു ഗ്രില്ല് ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കുറച്ചും കൂടി ഗ്രിപ്പ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അറൗണ്ട് ഒരു 70-80% ഗ്രിപ്പ് ഉണ്ട്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് തീമിലാണ് അതിൻ്റെ ബോഡി മൊത്തം വന്നേക്കണം. റിയർ ഭാഗത്തെ ടയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു 60% ടയർ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇനി ബാക്ക് സൈഡ് അല്ലെങ്കിൽ റിയർ ഭാഗം നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹ്യുണ്ടായുടെ ആ ഒരു ലോഗോയും അതുകൂടാതെ തന്നെ മാഗ്ന വേരിയൻ്റിൻ്റെ ആ ഒരു ബാഡ്ജിങ് VTയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഡോറിൽ തന്നെ നമുക്ക് ആ പവർ വിൻഡോസിൻ്റെയും അതുപോലെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം. ഇതുകൂടാതെ തന്നെ നമുക്ക് ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ബ്ലൂ ലൈനിങ് കൂടി വരുന്ന ആ സീറ്റ് കവേഴ്സും അതുകൂടാതെ ക്രോസ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന. ഇനി ഫ്രണ്ട് ഭാഗം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ആ ഒരു ഡാഷും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഫ്രണ്ടിലെ ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പരിചയപ്പെടേണ്ടത് ഇതിൻ്റെ കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നേക്കാം. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് മിഡിൽ കൺസോളിനകത്ത് നമുക്ക് കിട്ടുന്നത് AC വെൻറ്റും അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റവും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ ഓക്സിൻ്റെ ആ ഒരു പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കിലോമീറ്റേഴ്സാണ് ഞാൻ കാണിച്ചു തരാൻ വേണം. കിലോമീറ്റേഴ്സ് എത്ര ഓടി എന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യണം. ഇതിൻ്റെ റിമോട്ട് കീ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് പവർ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 41,000 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ വാഹനം നിലവിൽ ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളൂ.
അതിമനോഹരമായിട്ടുള്ള റിയർ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ തീമിലാണ് പോയേക്കുന്നത്. ആ ഒരു ബോഡി കളേർഡ് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളും കൂടി വരുമ്പോൾ ഈ വണ്ടിയുടെ ഒരു അട്രാക്ഷൻ തന്നെ മാറുകയാണ്. റൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. വളരെ നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു വാഹനം തന്നെയാണ്, അതിന് സംശയമില്ല. അതുകൂടാതെ തന്നെ നമുക്ക് മെയിനായിട്ട് പരിചയപ്പെടുത്തേണ്ടത് ഇതിൻ്റെ പാസഞ്ചർ സൈഡാണ്. നമുക്ക് എങ്ങനെയാണ് ലെഗ് സ്പേസ്, അതേപോലെ തൈ സപ്പോർട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് നോക്കിയേക്കാം. ഇപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പവർ വിൻഡോൻ്റെ ബട്ടൺ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല തൈ സപ്പോർട്ട് തന്നെയാണ് ഈ വാഹനത്തിന് ഉണ്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. കാരണം സീറ്റൊക്കെ നല്ല ബ്രോഡായിട്ടും ഫ്രണ്ടിലേക്ക് തന്നെ അത്യാവശ്യം ക്യാപ്ചർ ചെയ്തിരിക്കുന്നുണ്ട്. ഇനി ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല ലാവിഷായിട്ട് തന്നെ നമ്മൾ സാധാരണ ഒരു ഹാച്ച് ബാക്കിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ലെഗ് സ്പേസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അതുകൂടാതെ എ സിയുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ മിഡിൽ തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗമാണ് നമുക്ക് നോക്കേണ്ടത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് VT i20 എഞ്ചിൻ. അപ്പോൾ ഈ ഒരു എഞ്ചിൻ ഭാഗം നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഈ കാണുന്നത് മാഗ്ന വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർ വാഹനമാണ്. വെറും 41,000 കിലോമീറ്റർ മാത്രം കംപ്ലീറ്റ് ആക്കുന്ന ഒരു വാഹനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിൽ ഒരു കംപ്ലയിൻറ്റ് തരാത്ത പെട്രോൾ എഞ്ചിനാണ് ഈ i20യുടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും ഈ വാഹനം തരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഞാൻ ഫുൾ ക്ലോസ് വ്യൂ തരുന്നുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. നമ്മൾ സ്വിഫ്റ്റൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്വിഫ്റ്റിനേക്കാളും കൂടുതൽ സ്പേസ് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റും. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി തന്നെ എടുത്ത് നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ബൂട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഒരു ഡിപ്പായിട്ടുള്ള ബൂട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം ലഗേജൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു മിഡിൽ ഫാമിലി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലാർജ് ഫാമിലിക്കൊക്കെ നമുക്ക് ലാവിഷായിട്ട് തന്നെ ലഗേജ് കാര്യങ്ങളൊക്കെ വയ്ക്കാവുന്നതാണ്. കൂടാതെ നമുക്ക് ഈ സീറ്റൊക്കെ ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. നമുക്ക് സീറ്റ് ഡൗൺ ചെയ്തിട്ട് ബൂട്ട് നമുക്ക് എക്സ്ട്രാ എൻലാർജ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു വാഹനം നമുക്ക് തരുന്നുണ്ട്. ഞാൻ ഈ ലിഡിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി തരുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് നോക്കണമെങ്കിൽ നോക്കാവുന്നതാണ്. അപ്പോൾ i20 വെച്ച് നോക്കുമ്പോൾ നമ്മൾ i20 വേറെ ഏത് വാഹനം ഈ സെഗ്മെൻറ്റിൽ പെടുന്ന ഏതൊരു വാഹനമായിട്ട് നോക്കിയാലും അതിന് മുൻപിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് i20. പവറിലായാലും ഏത് ഭാഗം നോക്കിയാലും മുൻപിൽ തന്നെയാണ്. ഈ ഒരു ബട്ടണാണ് നമ്മൾ പ്രസ് ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ സീറ്റ് ഡൗൺ ചെയ്യണമെങ്കിൽ ബൂട്ട് സ്പേസ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓപ്ഷൻ കൂടി ഈ വാഹനം തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെയർ വീലും കൂടി നോക്കിയേക്കാം. സ്പെയർ വീലിൻ്റെ ക്യാബിനാണത്. വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ക്യാബിനാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഈ ഒരു എലൈറ്റ് i20 മാഗ്ന വേരിയൻറ്റിൻ്റെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. റേറ്റ് പറഞ്ഞേക്കാകുമ്പോൾ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ആ പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വെഹിക്കിൾ അപ്ഡേറ്റ്സും കൂടാതെ എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും അതുകൂടാതെ നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്തേക്കാം. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4,95,000 ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വീഡിയോന് താഴെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിനകത്ത് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയിലും സ്ഥിരമായിട്ട് വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഇത് റേറ്റ് കൂടുതലാണല്ലോ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് അടിക്കുന്ന സ്ഥിരമായിട്ട് കുറേ ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് അടിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം റേറ്റ് കൂടുതലാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണ് തോന്നുന്നത്. ബാക്കി ആൾക്കാരൊന്നും റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പേരിൽ നമ്മുടെ ഇവിടുന്ന് വാഹനങ്ങൾ സെയിലായി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിലായി പോകുന്നുണ്ട്. വില കൂടുതലുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ സെയിലായി പോവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ അവിടെ നിന്ന് വെറുതെ മൊബൈലിൽ നിന്ന് കുത്തിയരിക്കാതെ ഷോറൂമിലേക്കൊന്ന് വന്ന് വണ്ടിയുടെ ക്വാളിറ്റിയും വണ്ടിയുടെ ആ ഒരു എന്താ പറയുക ഫുൾ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളും ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ റേറ്റ് അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാം ടെസ്റ്റ് ചെയ്ത് വെറുതെ ബുദ്ധിമുട്ടണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ള. ഇനി നിങ്ങളുടെ അടുത്തൊരു വാഹനമുണ്ട്, വാഹനം സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പാർക്ക് ആൻഡ് സെൽ ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ സെയിൽ ചെയ്ത് തരും. ഷോറൂമിലേക്ക് വരുന്ന വാക്കിൻ കസ്റ്റമേഴ്സും കൂടാതെ ചാനലിലേക്ക് കൂടി കിട്ടുന്ന പ്രൊമോഷൻ്റെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് സെയിലായി പോകാനുള്ള ചാൻസസ് വളരെ 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 കൂടുതലാണ്. അപ്പം വീഡിയോ താഴെ നമ്പറുണ്ട്. നമ്പറിനകത്തേക്ക് വിളിച്ചാൽ കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ അറിയാം. ലോൺ വേണമെങ്കിൽ ലോൺ ഡീറ്റെയിലും ആ ഒരു നമ്പറിൽ കിട്ടും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. തരാം.